ആരവല്ലി മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ നോർത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുള്ള വാർത്തകൾ നമ്മുടെ മീഡിയ വഴിയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴിയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ആരവല്ലി മലനിരകളെ നശിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നു, അതുപോലെ തന്നെ ഇല്ലീഗൽ മൈനിങ്ങിനുള്ള അനുമതി കൊടുക്കുന്നു മുതലായ ആരോപണങ്ങളാണ് ഈ പ്രതിഷേധം നടത്തുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഈ ആരവല്ലി മലനിരകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഈ ആരവല്ലി മലനിരകൾ എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് ഇന്ത്യൻ ജിയോഗ്രഫി പഠിക്കുമ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മൗണ്ടൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിലും നമ്മളെപ്പോഴും ഓർത്തിരിക്കുന്നത് ഹിമാലയ പോലത്തെ വലിയ വലിയ പർവ്വതങ്ങളോ അല്ലെങ്കിൽ കേരളത്തിലുള്ള വെസ്റ്റേൺ ഗാട്ട്സ് പോലത്തെ മലനിരകളെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പേര് വായിച്ച് മറന്നു കളയുന്ന ഒരു പർവ്വതനിരയാണ് ആരവല്ലി മൗണ്ടൻസ് എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ മറന്നു കളയേണ്ട ഒരു മൗണ്ടൻ അല്ല. കാരണം ഇന്ത്യയിലെ നല്ല, ഏഷ്യയിലെ നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ മൗണ്ടൻസിലൊന്നാണ് ഈ ആരവല്ലി മൗണ്ടൻസ് എന്ന് നമുക്ക് കാണാം. ഒരു ഓൾഡ് ഫോൾഡ് മൗണ്ടൻ എന്നാണ് ഈ ആരവല്ലിയെക്കുറിച്ച് പറയുന്നത്. ഇതിൻ്റെ ഒരു കാലഘട്ടം, പ്രായം നോക്കുകയാണെങ്കിൽ ഏകദേശം 2 മുതൽ 2.5 ബില്യൺ വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ മലനിരകൾ രൂപപ്പെട്ടത് എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ മൈറ്റി ഹിമാലയാസ് എന്ന് വിളിക്കുന്ന ഹിമാലയ പർവ്വതനിരകൾ പോലും ഒരു യങ് ഫോൾഡ് മൗണ്ടനാണ്. ഏകദേശം 40 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ മാത്രമാണ് അത് രൂപപ്പെട്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു സിഗ്നിഫിക്കൻസ് ഈ മലനിരകൾക്കുണ്ടെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറേ ഭാഗത്ത് ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത് പോലെയുള്ള ഏരിയകളിലായിട്ട് ഏകദേശം 700 കിലോമീറ്റർ നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലായിട്ടാണ് ഈ ആരവല്ലി മലനിരകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊരു ഓൾഡ് ഫോൾഡ് മൗണ്ടനാണ്. ഒരുപാട് കാലം മുൻപേ രൂപീകൃതമായിട്ടുള്ള ഒരു മൗണ്ടൻ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് കാലാകാലങ്ങളിൽ വലിയ രീതിയിലുള്ള ഇറോഷൻ സംഭവിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഹൈറ്റ് കുറഞ്ഞു പോവുകയും ഇപ്പോൾ കാണുന്ന രീതിയിലാകുകയുമാണ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മളിവിടെ ആരവല്ലി മൗണ്ടൻസ് മലനിരകൾ എന്നൊക്കെ പറയുമെങ്കിലും ഈ ഒരു മലനിരകളുടെ ഒരു ആവറേജ് ഹൈറ്റ് ആയിട്ട് പറയുന്നത് ഏകദേശം 600 മുതൽ 900 മീറ്ററൊക്കെ വരെയാണ്. ഇനി ഈ മൗണ്ടൻ റേഞ്ചിലെ ഏറ്റവും ഉയർന്ന ഇതിൻ്റെ പീക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് ഗുരുശിഖർ, മൗണ്ട് അബു എന്ന് പറഞ്ഞിട്ടുള്ള റീജിയനിലെ ഗുരുശിഖർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഏകദേശം 1720 മീറ്ററാണ് അതിൻ്റെ ഉയരമെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു ജോഗ്രഫിക്കലായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ആരവല്ലി മൗണ്ടൻസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ്, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഈ ആരവല്ലി മൗണ്ടൻസിൻ്റെ ഒരു മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ മൗണ്ടൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് താർ മരുഭൂമിയാണ് എന്ന് കാണാം. അതുപോലെ തന്നെ ഈ മൗണ്ടൻ്റെ കിഴക്ക് ഭാഗത്ത് ഗംഗാ സമതലം, ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റീജിയനാണെന്ന് കാണാം. അപ്പോൾ ഈ 2 പ്രദേശങ്ങൾക്കും വലിയ രീതിയിലുള്ളൊരു വ്യത്യാസമുണ്ട്. താർ മരുഭൂമി എന്ന് പറയുന്നത് ഒരു പുല്ല് പോലും മുളയ്ക്കാത്ത ഒരു മരുപ്രദേശമാണെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള റീജിയൻസിൽ ഒന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള 2 ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിൻ്റെ ഇടയിൽ ഒരു ബൗണ്ടറി പോലെ നിൽക്കുന്ന ആരവല്ലി മൗണ്ടനെക്കുറിച്ച് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക. ഈ താർ മരുഭൂമിയുടെ ഈസ്റ്റ് വാർഡ് എക്സ്പാൻഷൻ, അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തേക്ക് താർ മരുഭൂമി വ്യാപിക്കുന്നതിനെ തടഞ്ഞു നിർത്തുന്നതിൽ ഈ ആരവല്ലി മൗണ്ടൻസിന് വലിയൊരു പങ്കാണുള്ളത്. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന വാമായിട്ടുള്ള വളരെ ഡ്രൈ ആയിട്ടുള്ള കാറ്റിനെയൊക്കെ തടഞ്ഞു നിർത്തി ഈ മരുഭൂമിയുടെയൊക്കെ കാലാവസ്ഥ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ ആരവല്ലിയാണ്. ഇനി അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പങ്കും ഈ മലനിരകൾ വഹിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ നോർത്ത് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനെ കൃത്യമായി ഈസ്റ്റ് ഭാഗത്തേക്ക് തിരിച്ചുവിട്ട് UP, ഹരിയാന, ഡൽഹി പോലെയുള്ള പ്രദേശങ്ങൾക്ക് കൃത്യമായി മഴ ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് ഇതേ ആരവല്ലി മൗണ്ടൻസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ആരവല്ലി മൗണ്ടൻസ്, അതിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട നദികൾ, അതുപോലെ തന്നെ വെജിറ്റേഷൻ, പ്രധാനപ്പെട്ട വനങ്ങൾ, ഇതിനൊക്കെ കാരണം ഈ മൺസൂൺ മഴയാണ് എന്നും ഈ മൺസൂൺ മഴ അവിടെ ലഭിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആരവല്ലി മൗണ്ടൻസ് ആണ് എന്നുള്ളത് തിരിച്ചറിയാം. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമഘട്ടമാണ്. കേരളത്തിൽ കൃത്യമായി മഴ ലഭിക്കുന്നതും കേരളത്തിൻ്റെ കാലാവസ്ഥ ഇങ്ങനെ നിലനിൽക്കുന്നതിൻ്റെയും കാരണം നമ്മുടെ പശ്ചിമഘട്ടമാണ്. ഈ പശ്ചിമഘട്ടം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന തമിഴ്നാടിൻ്റേതുപോലെയുള്ള വരണ്ട കാലാവസ്ഥ നമുക്കും കിട്ടുമായിരുന്നു. അപ്പോൾ അതുപോലെ കേരളത്തിന് എങ്ങനെയാണോ പശ്ചിമഘട്ടം ഗുണം ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ആ റീജിയൻസിന് ഈ ആരവല്ലി മൗണ്ടൻസ് ഗുണം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഈ മഴയും അതുപോലെ തന്നെ വെജിറ്റേഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യവും കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊരു ഓൾഡ് മൗണ്ടൻ ആയതുകൊണ്ട് തന്നെ ഇതിനകത്തെ റോക്കുകൾ അല്ലെങ്കിൽ ഇതിനകത്തെ പാറകൾക്കിടയിൽ ചെറിയ വിടവുകൾ അല്ലെങ്കിൽ ക്രാക്കുകൾ ഉണ്ടാവും.
അപ്പോൾ ഈ വിടവുകളിലൂടെ മഴവെള്ളം താഴേക്ക് ഇറങ്ങുകയും അതിൻ്റെ ഭാഗമായി ഈ പ്രദേശങ്ങളിലെ ഗ്രൗണ്ട് വാട്ടറിനെ കൃത്യമായി കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നതിൽ ഈ ആരവല്ലി മൗണ്ടന് വലിയ പ്രത്യേകതയാണുള്ളത്. ഇപ്പോൾ രാജസ്ഥാനൊക്കെ വളരെ വരണ്ട കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് വാട്ടറിനെ ആശ്രയിച്ച് ധാരാളം ആളുകൾ ജീവിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണക്കാരൻ ഈ ആരവല്ലി മൗണ്ടൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന വളരെ വാമായിട്ടുള്ള, വളരെ ഡ്രൈ ആയിട്ടുള്ള കാറ്റിനെ ഈ ആരവല്ലി തടഞ്ഞു നിർത്തുകയും ആ താർ മരുഭൂമിയുടെ എക്സ്പാൻഷനെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നുവെന്ന്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ശൈത്യകാലങ്ങളിൽ സെൻട്രൽ ഏഷ്യയിൽ നിന്നൊക്കെ വരുന്ന വളരെ തണുത്ത, വളരെ ഡ്രൈ ആയിട്ടുള്ള കാറ്റ് വരുന്നുണ്ട്. ഇത്തരം കാറ്റുകളെയും ഈ ആരവല്ലി മൗണ്ടൻ തടഞ്ഞു നിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ മരുപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന പൊടിക്കാറ്റിനെ തടഞ്ഞു നിർത്തുന്നു എന്നുള്ളത്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ തലസ്ഥാന നഗരി, നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ലോകത്തിലെ തന്നെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സിറ്റിയും ഒരു മേഖലയുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആരവല്ലി മൗണ്ടൻസ് അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ മരുഭൂമിയിൽ നിന്നൊക്കെ വരുന്ന പൊടിക്കാറ്റ് ധാരാളമായി ഈ പ്രദേശത്തേക്ക് കടന്നു വരികയും വാസയോഗ്യമല്ലാത്തൊരു സ്ഥലമായി ഈ ഡൽഹിയൊക്കെ മാറുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ നോർത്ത് ഇന്ത്യയുടെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും ഒക്കെ വലിയ രീതിയിൽ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു ജിയോഗ്രഫിക്കൽ ഫീച്ചറാണ് ഈ ആരവല്ലി മൗണ്ടൻസ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഈ ആരവല്ലി മൗണ്ടൻസ് സംരക്ഷിക്കപ്പെടണം എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഈ ആരവല്ലി മൗണ്ടൻസിന് വലിയ രീതിയിലുള്ള ഇറോഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും മലകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജിയോഗ്രഫിക്കൽ ഫീച്ചർ വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തേതാണ് നാച്ചുറൽ ഇറോഷൻ. ഇപ്പോൾ നമ്മൾ ലോകത്തിലെ പ്രധാനപ്പെട്ട ഏത് മൗണ്ടൻ, ഏത് പർവ്വതങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ ഇറോഷൻ എന്ന് പറഞ്ഞുള്ളൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആരവല്ലിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ മരുപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ചൂട് കൂടിയ ശക്തമായിട്ടുള്ള കാറ്റ്, അതുപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥ, പകൽ സമയങ്ങളിൽ ധാരാളം ചൂടുണ്ടാവുകയും രാത്രിയിൽ അത് തണുക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഈ പാറകൾക്കുണ്ടാകുന്ന എക്സ്പാൻഷനും കോൺട്രാക്ഷനും, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചെറിയ രീതിയിലുള്ളൊരു ഇറോഷൻ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതിനെതിരെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത്തരത്തിലുള്ള ഇറോഷൻ ഒരു വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ 100 വർഷം കൊണ്ടോ ഒന്നും സംഭവിക്കുന്നതല്ല. മില്യൺ കണക്കിന് വർഷങ്ങൾ എടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള ദ്രവീകരണം അല്ലെങ്കിൽ ഇറോഷൻ സംഭവിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇറോഷനാണ്. അതിനെയാണ് മാൻമെയ്ഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഇറോഷൻ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ആരവല്ലി മൗണ്ടൻസിന് ജിയോഗ്രഫിക്കലായിട്ടും എൻവയോൺമെൻറ്റലായിട്ടും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് എക്കോണമിക്കായിട്ടും ധാരാളം ഉപകാരങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മലനിരകളിൽ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലുള്ള ധാതു സമ്പത്ത് അല്ലെങ്കിൽ റിസോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസോഴ്സാണ് കോപ്പർ എന്ന് പറയുന്നത്. അവിടെ ഖേത്രി സിംഗാനിയ എന്ന് പറഞ്ഞിട്ടൊരു ബെൽറ്റ് തന്നെയുണ്ട്. അവിടെ ഏകദേശം 325 സ്ക്വയർ കിലോമീറ്ററിൽ 300-ലധികം കോപ്പർ മൈനുകൾ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ കോപ്പറിൻ്റെ 50% വരുന്നത് ഇവിടെ നിന്നാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഖേത്രി മൈനും അതിനെ ചുറ്റിപ്പറ്റിയുള്ള റീജിയൻസിനെയൊക്കെ ഒരു കോപ്പർ സിറ്റി എന്ന് തന്നെയാണ് വിളിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കോപ്പറിന് പുറമെ സിങ്ക്, ലെഡൊക്കെ പോലെയുള്ള ധാരാളം ധാതുക്കൾ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാം ഒപ്പമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട റിസോഴ്സാണ്, നമ്മൾ ചെറുപ്പകാലം തൊട്ടേ കേൾക്കുന്നൊരു കാര്യമാണ്, രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവരുന്ന മാർബിൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ 90% മാർബിളും വരുന്നത് ഈ ആരവല്ലി റീജിയൻ, ഈ രാജസ്ഥാൻ റീജിയനിൽ നിന്നാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവിടുത്തെ മക്രാൻ പോലെയൊക്കെയുള്ള മൈനുകൾ നോക്കുകയാണെങ്കിൽ താജ്മഹലിൻ്റെ വരെ മാർബിൾ കൊണ്ടുപോയത് അവിടെ നിന്നാണ് എന്നാണ് പറയപ്പെടുന്നത്. സോ അത്രയധികം മാർബിൾ ഖനനവും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ ലീഗലായിട്ടും അതോടൊപ്പം തന്നെ ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് മൈനുകളും ക്വാറികളുമൊക്കെ ഈ ആരവല്ലി മൗണ്ടൻ റീജിയനിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ രീതിയിലുള്ള ഇറോഷൻ അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് തടയുക, ആരവല്ലിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലെ സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഇതിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനൊന്നും വലിയ ഫലമുണ്ടാവുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓരോ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ ഈ ഓരോ പ്രദേശങ്ങളിലും ഈ മലനിരകളെ വ്യത്യസ്ത രീതിയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ധാരാളം പ്രശ്നങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് കൃത്യമായി ആരവല്ലിയെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു വാദം കാലാകാലമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശം ഉണ്ടാവുകയാണ്. ആദ്യം പൊതുവായിട്ട് ഈ ആരവല്ലി മലനിരകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുക, അതിനുശേഷം അതിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക പറയുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സെൻട്രൽ ഗവൺമെൻറ് സുപ്രീം കോടതിക്ക് മുന്നിൽ ഒരു ഡെഫിനിഷൻ വെക്കുകയാണ്. ഈ ഡെഫിനിഷൻ വളരെ സിമ്പിളാണ്. 2 കാര്യങ്ങളെ ഇതിനകത്ത് പറയുന്നുള്ളൂ. അതിലൊന്നാമത്തേത് എന്ന് പറയുന്നത്, തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും 100 മീറ്ററെങ്കിലും ഉയരമുള്ള മലകളെ മാത്രമേ ഇനി മുതൽ ആരവല്ലി മലനിരകളായി പരിഗണിക്കുകയുള്ളൂ. ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, തൊട്ടടുത്ത ലോക്കൽ റിലീഫിൽ നിന്ന് 100 മീറ്റർ ഉയരം എന്നാണ് പറയുന്നത്.
നമ്മൾ ലോകത്തിലെ ഏത് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിൻ്റെ അളവുകൾ എടുത്താലും അത് സമുദ്രനിരപ്പിൽ നിന്ന് മീൻ സീ ലെവലിൽ നിന്നുള്ള ഉയരമാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇവിടെ കുറേ അധികം മലകളും അതിനെ ചുറ്റിപ്പറ്റി ഉയർന്ന കുറേ പ്രദേശങ്ങളും ഉണ്ടെങ്കിൽ ആ ഉയർന്ന പ്രദേശത്തിൽ നിന്നും മലയുടെ മുകളിലേക്കുള്ള ദൂരമാണ് അളക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ 100 മീറ്ററെങ്കിലും ഉയരം വേണം. അതുപോലെ ഇത്തരത്തിൽ 100 മീറ്റർ ഉയരമുള്ള ആരവല്ലി മലകളുടെ ഇടയിലുള്ള ദൂരം 500 മീറ്ററോ അതിൽ കുറവോ ആണെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള സ്ഥലത്തെ മൗണ്ടൻ റേഞ്ചിൻ്റെ ഭാഗമായി പരിഗണിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മലകളുടെ കാര്യത്തിൽ അതിന് മിനിമം 100 മീറ്ററെങ്കിലും ഉയരം വേണം. മലകളുടെ ഇടയിൽ കിടക്കുന്ന സ്ഥലങ്ങളെ ആരവല്ലിയായി പരിഗണിക്കണമെങ്കിൽ ഈ 2 മലകളുടെ ഇടയിൽ 500 മീറ്ററോ അല്ലെങ്കിൽ അതിൽ കുറവോ മാത്രമേ സ്ഥലമുണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷൻ സെൻട്രൽ ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്നു. കഴിഞ്ഞ നവംബർ 20 സുപ്രീം കോടതി ഈ ഡെഫിനിഷൻ അംഗീകരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഈ അളവുകൾ വെച്ചിട്ട് ആളുകൾ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്ന് ആരവല്ലി മൗണ്ടൻസ് ആയിട്ട് പരിഗണിക്കുക അല്ലെങ്കിൽ മൗണ്ടൻ റേഞ്ച് ആയിട്ട് പരിഗണിക്കുന്ന സ്ഥലങ്ങളിലെ ഏകദേശം 90% സ്ഥലങ്ങളും ഈ ഡെഫിനിഷന് പുറത്താണ് എന്ന് തിരിച്ചറിയുകയാണ്. ഇപ്പോൾ തന്നെ രാജസ്ഥാനിലെ ആരവല്ലി ഡിസ്ട്രിക്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 12,000-ഓളം മലകൾ ഈ ആരവല്ലി മലനിരകളുടെ ഭാഗമായിരുന്നു. എന്നാൽ ഈ പുതിയ ഡെഫിനിഷൻ പ്രകാരം വെറും 1000 മലകൾ മാത്രമേ ഇതിൻ്റെ ഭാഗമാവുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് വലിയൊരു പ്രതിഷേധം ഉണ്ടാകുന്നത്. കാരണം എന്താണ്? ആരവല്ലി മലനിരകളെ സംരക്ഷിക്കണം. അതിന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണ് ആരവല്ലി എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഡെഫിനിഷൻ കൊണ്ടുവന്നത്. ആ ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ 90% സ്ഥലങ്ങളും ആരവല്ലി അല്ല എന്ന് വരും. അപ്പോൾ ആരവല്ലി അല്ലാത്തൊരു സ്ഥലത്തെ ഗവൺമെൻറ്റിന് സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അത്തരം സ്ഥലങ്ങളിൽ മൈനിങ്ങിനും ക്വാറിങ്ങിനും ഒക്കെ ഇനി അനുമതി കൊടുക്കുമെന്നും അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴുള്ള ആരവല്ലി മലനിരകളുടെ 90% പെട്ടെന്ന് തന്നെ നശിപ്പിക്കപ്പെടുമെന്നും അങ്ങനെ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ പരിസ്ഥിതിയെ മുഴുവൻ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമായി മാറും എന്നുള്ള ഒരു ആശങ്ക മുൻനിർത്തിക്കൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ആ ഒരു പ്രദേശങ്ങളിൽ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ പ്രതിഷേധക്കാർ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അവിടുത്തെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ വെക്കുന്നത്. അപ്പോൾ പരിസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തിൻ്റെ ഉയരം മാത്രമല്ല, ഗവൺമെൻറ് ഉയരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒറ്റ ക്രൈറ്റീരിയ മാത്രമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒരു സ്ഥലത്തെ പരിസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട് തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ അവിടുത്തെ മറ്റ് കാര്യങ്ങൾ, അവിടുത്തെ വെജിറ്റേഷൻ, അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി, അവിടുത്തെ ക്ലൈമറ്റ്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം മാറ്റി നിർത്തിയിട്ട് ആ സ്ഥലത്തിൻ്റെ ഉയരം മാത്രമാണ് അതിൻ്റെ പരിസ്ഥിതി എന്നുള്ള ഒരു ഡെഫിനിഷൻ എങ്ങനെ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചു എന്നുള്ളൊരു വലിയ ചോദ്യമാണ് ആളുകൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഈ പറഞ്ഞിട്ടുള്ള മൈനിങ് ലോബിയെയും ക്വാറിങ് ലോബിയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നുള്ളൊരു വലിയൊരു ആരോപണവും വരുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റും സുപ്രീം കോടതിയും ഇതിന് എന്ത് മറുപടിയാണ് കൊടുക്കുന്നത് എന്നുകൂടി നമ്മൾ കേൾക്കണം. ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ പരിസ്ഥിതിയെ സംരക്ഷിക്കണമെങ്കിൽ സയൻറ്റിഫിക്കലി കൃത്യമായിട്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ ജിയോളജിക്കൽ മാപ്പിംഗ് നടത്തണം. അപ്പോൾ ആ മാപ്പിങ്ങിൻ്റെ ആദ്യ പടിയായിട്ട് മാത്രമാണ് ഒരു ഡെഫിനിഷൻ മുന്നോട്ട് വെച്ചത്. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് ധാരാളം പ്രവർത്തനങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മാപ്പിങ്ങും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ക്ലാരിറ്റിയും വന്നതിന് ശേഷം മാത്രമേ ആരവല്ലിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പടി മാത്രമാണ് ഇതെന്ന് സുപ്രീം കോടതി പറയുന്നു. മാത്രമല്ല കോടതി ഒരു കാര്യവും കൂടെ പറയുന്നുണ്ട്. ഈ കംപ്ലീറ്റ് മാപ്പിംഗ് കഴിയുന്നിടം വരെ ഒരു ലൈസൻസ്, അതായത് മൈനിങ്ങുമായിട്ടോ ക്വാറിങ്ങുമായോ ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ ഒരു ലൈസൻസും കൊടുക്കരുത് എന്നുള്ളൊരു വിധിയും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് സുപ്രീം കോടതി പറയുന്നു. ഇനി ഇവിടെ ഗവൺമെൻറ് കൊടുക്കുന്ന മറുപടി എന്താണ്? സുപ്രീം കോടതി പറയുന്നത് പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണിത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ, മാപ്പിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം എങ്ങനെ ആരവല്ലിയെ സംരക്ഷിക്കണമെന്നുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലാൻ ഗവൺമെൻറ് മുന്നോട്ട് വെക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് മാത്രമല്ല, നിലവിലുള്ള ആരവല്ലി മൗണ്ടൻ റേഞ്ചസിൻ്റെ വെറും 0.19% ഏരിയയിൽ മാത്രമാണ് ഗവൺമെൻറ് മൈനിങ് അനുവദിച്ചിട്ടുള്ളൂ. അതായത് 100-1 500-1 ഏരിയയിൽ മാത്രമാണ് ഗവൺമെൻറ് മൈനിങ് അനുവദിച്ചിട്ടുള്ളൂ. ഇതിനെ കൃത്യമായി സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് ഗവൺമെൻറ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ കേട്ടതിൽ നിന്നും ആരവല്ലി മലനിരകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഭാഗമായി സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഓർഡറിൻ്റെ ഭാഗമായിട്ട് ഇത്രയും വലിയ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണ്, മുതലായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ചും ഈ ഒരു വീഡിയോയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല ടോപ്പിക്സുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.